ശ്രമിച്ചു. എന്നാൽ മരണമെന്ന് പറയുന്നത് നാം വചനത്തിൽ കൂടെ മനസ്സിലാക്കണം. ഞാൻ രാവിലെ അത് പറഞ്ഞുവെങ്കിലും വൈകിട്ട് വന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഒന്നുകൂടെ ഞാൻ പറയുന്നു. മരണമെന്ന് പറയുന്നത് ഒരു എക്സിറ്റ് അഥവാ ഒരു പാസേജ്, ഒരു വഴി മാത്രമാണ്. മരണം എന്ന് പറയുന്നത് അതൊരു കണ്ടീഷനല്ല, അതൊരു ട്രാൻസിഷനാണ്. ട്രാൻസിഷൻ എന്ന് പറഞ്ഞാൽ ഒരു പോകുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ മരണമെന്ന് പറയുന്നത് വസിക്കുന്ന ഒരു സ്ഥലമോ ഒരു വീടോ അല്ല, ഒരു പാസേജാണ്. അതൊരു ഭവനമല്ല, അതൊരു വഴി മാത്രമാണ്, ഒരു ഡോർവേ, എക്സിറ്റ്. മരണത്തിൽ കൂടെ ഒരാൾ വിശ്രമസ്ഥലത്തേക്ക് പ്രവേശിക്കുന്നു, മരണത്തിൽ കൂടെ ഒരാൾ യാതനാസ്ഥലത്തേക്ക് പ്രവേശിക്കുന്നു. ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും എക്സിറ്റ്, പുറത്തേക്കുള്ള വഴി. അതുപോലെ മരണം വെറും ഒരു എക്സിറ്റ് മാത്രമാണ്. പാപത്തിൻ്റെ ശമ്പളം മരണമെന്ന് പറയുമ്പോൾ നാം അറിയാതെ ചിന്തിക്കുന്ന മരണമാണ് ശിക്ഷ. പ്രിയമുള്ളവരെ, അങ്ങനെയല്ല. മരണത്തിൽ കൂടെ ശിക്ഷിക്കപ്പെടുന്ന സ്ഥലത്തേക്ക് പോകും എന്നുള്ളതാണ് അതിൻ്റെ ശരിയായ അർത്ഥം. ചിലർ പറയും മരണത്തിൽ ഇത്ര. നിങ്ങൾ യഥാർത്ഥമായി ചിന്തിച്ച് നോക്കിയാൽ എത്രയോ പേർ ഒരു വേദന കൂടാതെ മരിക്കുന്നുണ്ട്. ഉദാഹരണമായി സ്ലീപ്പിംഗ് പില്ല് കുടിച്ച് എത്ര പേര് ആത്മഹത്യ ചെയ്യുന്നുണ്ട്. അവർ സ്ലീപ്പിംഗ് പിൽ ഉറക്കഗുളിക കഴിച്ചുകൊണ്ട് ഉറങ്ങും, പിന്നെ ഒരിക്കലും ഉണരത്തുമില്ല. അവർക്ക് മരണം വന്നതോ വേദനയൊന്നും അവരറിയുന്ന പോലുമില്ല. അതുപോലെ ആത്മഹത്യ ചെയ്യുന്ന അനേകർ. അപ്പോൾ മരണമെന്ന് പറയുന്നത് വേദന. എന്നാൽ ചിലർക്ക് വേദന തോന്നുന്നത് എന്തുകൊണ്ട്? അവർ പോകുന്നതായ സ്ഥലം യാതനാസ്ഥലമാകുകൊണ്ട് ആ മരണദൂതൻ അവിടെ വലിച്ചിഴയ്ക്കുമ്പോൾ അവർക്ക് പോകാൻ മനസ്സില്ല, അതുകൊണ്ട് വേദന അനുഭവിക്കുന്നു. എന്നാൽ കർത്താവിൻ്റെ മക്കൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കർത്താവിൻ്റെ ദൂതന്മാരവരെ കൊണ്ടുപോകുന്നതിനാൽ സന്തോഷത്തോടെ പോകുന്നു. യാതനാസ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നത് സാത്താൻ്റെ ദൂതന്മാരും കർത്താവിൻ്റെ വിശ്രമസ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നത് ദൈവദൂതന്മാരുമാണ്. അതുകൊണ്ട് മരണമെന്ന് പറയുന്നത് അല്ല ശിക്ഷ. മരണത്തിൽ കൂടെ യാതനാസ്ഥലത്തേക്ക് പോവുക, മരണത്തിൽ കൂടെ വിശ്രമസ്ഥലത്തേക്ക് പോവുക. അപ്പോസ്തലനായ പൗലോസ് അതിനെക്കുറിച്ച് പറയുന്നു. 2 പത്രോസ് 1:15 വായിച്ചാട്ട്. 2 പത്രോസ് 1:15 നമ്മൾ രാവിലെ വായിച്ചുവെങ്കിലും പെട്ടെന്ന് ഒന്നുകൂടെ വായിച്ച് പെട്ടെന്ന് പോകാം. നിങ്ങൾ അത് എന്റെ നിര്യാണത്തിന്റെ ശേഷം എപ്പോഴും ഓർത്തുകൊള്ളുവാൻ തക്കവണ്ണം ഞാൻ ഉത്സാഹിക്കും. ഒന്നുകൂടെ വായിച്ചാണ്. നിങ്ങൾ അത് എന്റെ നിര്യാണത്തിന്റെ ശേഷം. അത് മലയാളത്തിൽ നിര്യാണം എന്ന് എഴുതിയിരിക്കുന്നു. അതിൻ്റെ ശരിയായ ഗ്രീക്ക് പദം ആഫ്റ്റർ മൈ എക്സോഡസ്, ആഫ്റ്റർ മൈ എക്സിറ്റ്, ആഫ്റ്റർ മൈ ഡിപ്പാർച്ചർ. എൻ്റെ നിര്യാണത്തിന് ശേഷം മലയാളത്തിൽ എഴുതിയിട്ടുണ്ട്. എന്നാൽ അതിൻ്റെ ഗ്രീക്ക് പദത്തിൽ ആഫ്റ്റർ മൈ എക്സോഡസ്, ആഫ്റ്റർ മൈ ഡിപ്പാർച്ചർ, എൻ്റെ യാത്രയ്ക്ക് ശേഷം, എൻ്റെ പോക്കിന് ശേഷം. അപ്പോൾ അപ്പോസ്തലനായ പത്രോസ് പറയുന്നത് ഞാൻ ഇവിടുന്ന് പോകുന്ന ആ പദ്ധതിക്കാണ് മരണമെന്ന് പറയുന്നത്. ഇനിയും 2 പത്രോസ് 1:13-14 കൂടെ വായിച്ചാട്ട്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു എനിക്ക് അറിവ് തന്നതുപോലെ എന്റെ കൂടാരം പൊളിഞ്ഞു പോകുവാൻ അടുത്തിരിക്കുന്നു എന്നറിഞ്ഞിരിക്കയാൽ ഞാൻ ഈ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം നിങ്ങളെ ഓർപ്പിച്ചുണർത്തുക യുക്തം എന്ന് വിചാരിക്കുന്നു. ഞാൻ എൻ്റെ കൂടാരത്തിൽ നിന്ന് പോവുകയാണ്. അതാണ് മരണമെന്ന് പറയുന്നത്. എൻ്റെ കൂടാരത്തിൽ നിന്ന് ഞാൻ യാത്രയാകുകയാണ്. 2 സ്ഥലത്തേക്കാണ് പോകുന്നത്. പെട്ടെന്ന് വാക്യങ്ങൾ വായിക്കാം. 1 തെസ്സലോനിക്കർ 4:13, 1 തെസ്സലോനിക്കർ chapter 4:13. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. മരണമാകുന്ന എക്സിറ്റിൽ കൂടെ കുറച്ചു പേര് വിശുദ്ധന്മാര് നിദ്രയിലേക്ക് പ്രവേശിക്കുന്നു. ഇവിടെ അവരെക്കുറിച്ചാണ് പറയുന്നത്. ഇനിയും ആവർത്തന പുസ്തകം 31:16.
ആവത്തൊന്നിന് പുസ്തകം 31:16. യഹോവ മോശയോട് അരുളി ചെയ്തെന്തെന്നാൽ, നീ എന്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിക്കും. നിന്റെ പിതാക്കന്മാരെ നിദ്ര പ്രാപിക്കും, നിദ്രയിലേക്ക് പ്രവേശിക്കും. നീ ദാനിയേൽ 12:13. ദാനിയേൽ 12:13. നീയോ അവസാനം വരുവോളം പോയിക്കൊള്ളുക, നീ വിശ്രമിച്ച് കാലാവസാനത്തെങ്കിൽ നിന്റെ ഓഹരി ലഭിപ്പാൻ എഴുന്നേറ്റ് വരും. നീ പോയി, ദാനിയേലിനോട് പറയാണ്, നീ പോയി വിശ്രമിച്ചു കൊള്ളുക, മരണത്തിൽ കൂടെ നീ പോയി വിശ്രമിച്ചു കൊള്ളുക. യോഹന്നാന്റെ സുവിശേഷം 11 മുതൽ 14 വരെ വായിച്ചാൽ. ഇത് പറഞ്ഞിട്ട് അവൻ, നമ്മുടെ സ്നേഹിതനായ ലാസർ നിദ്ര കൊള്ളുന്നു, എങ്കിലും ഞാൻ അവനെ ഉണർത്തുവാൻ പോകുന്നു എന്ന് അവരോട് പറഞ്ഞു. ശിഷ്യന്മാർ അവനോട്, കർത്താവെ, അവൻ നിദ്ര കൊള്ളുന്നു എങ്കിൽ അവന് സൗഖ്യം വരുമെന്ന് പറഞ്ഞു. യേശുവോ അവന്റെ മരണത്തെക്കുറിച്ചായിരുന്നു പറഞ്ഞത്, ഉറക്കം എന്ന നിദ്രയെക്കുറിച്ച് പറഞ്ഞു എന്ന് അവർക്ക് തോന്നിപ്പോയി. ഹല്ലേലൂയ. ഇവിടെയും ലാസറെ കുറിച്ച് കർത്താവ് പറഞ്ഞ കാര്യമാണ്. ഇനിയും അപ്പോസ്തല പ്രവൃത്തി 7:59-60. കർത്താവായ യേശുവേ, എന്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ എന്ന് സ്തെഫാനോസ് വിളിച്ചപേക്ഷിക്കയിൽ അവർ അവനെ കല്ലെറിഞ്ഞു. അവനോ മുട്ടുകുത്തി, കർത്താവെ, അവർക്ക് ഈ പാപം നിർത്തരുത് എന്ന് ഉച്ചത്തിൽ നിലവിളിച്ചു. ഇത് പറഞ്ഞിട്ട് അവൻ നിദ്ര പ്രാപിച്ചു. ഇത് പറഞ്ഞിട്ട് അവൻ മരണത്തിൽ കൂടെ പോയി നിദ്രാസ്ഥലത്തേക്ക് പ്രവേശിച്ചു. ഇനിയും യാതനാസ്ഥലത്തെക്കുറിച്ച് അപ്പോസ്തല ലൂക്കോസിന്റെ സുവിശേഷം 16:22 മുതൽ 24 വരെ വായിച്ചാൽ. 16:22 മുതൽ 24 വരെ. ആ ദരിദ്രൻ മരിച്ചപ്പോൾ ദൂതന്മാർ അവനെ അബ്രഹാമിന്റെ മടിയിലേക്ക് കൊണ്ടുപോയി. ധനവാനും മരിച്ച് അടക്കപ്പെട്ടു. പാതാളത്തിൽ യാതന അനുഭവിക്കുമ്പോൾ മേലോട്ട് നോക്കി ദൂരത്ത് നിന്ന് അബ്രഹാമിനെയും അവന്റെ മടിയിൽ ലാസറിനെയും കണ്ടു. അബ്രഹാം, പിതാവേ, എന്നോട് കനിവുണ്ടാകണമേ, ലാസർ വിരലിന്റെ അറ്റം വെള്ളത്തിൽ മുക്കി എന്റെ നാവിനെ തണുപ്പിക്കേണ്ടതിന് അവനെ അയക്കണമേ, ഞാൻ ഈ ജ്വാലയിൽ കിടന്ന് വേദന അനുഭവിക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞു. ഇവിടെ ശ്രദ്ധിക്കണേ, ലാസറും മരിച്ചു, ധനവാനും മരിച്ചു. ആ മരിച്ചപ്പോഴല്ലായിരുന്നു ആ ധനവാന്റെ വേദന എവിടെ വെച്ചാണ് ഉണ്ടാകുന്നത്? ശിക്ഷ എവിടെ അനുഭവിക്കുന്നത്? ആ യാതനാസ്ഥലത്ത്. ലാസർ പാവപ്പെട്ടവൻ വിശ്രമിക്കുന്ന എന്ത് ചെയ്യാണ്? ആ മരണവഴിയിൽ കൂടെ പോയി വിശ്രമത്തിലേക്ക് പ്രവേശിച്ചു. അതുകൊണ്ട് മരിക്കുക, പാപം ചെയ്യുന്ന ദേഹി മരിക്കുക എന്ന് പറയുമ്പോൾ ആ മരണമല്ല ശിക്ഷ, മരണത്തിൽ കൂടെ വേദനപ്പെടുന്ന സ്ഥലത്തേക്ക് പോക എന്നുള്ളതാണ്. അതാണ് എക്സിറ്റ്. ഇപ്പൊ ഇവിടെ ഒരു കോൺഫറൻസ് നടന്നുകൊണ്ടിരിക്കുക. ഒരാൾ ഇടയ്ക്കിടയ്ക്ക് ശല്യം ഉണ്ടാക്കുന്നു, അപ്പോൾ അയാളെ പുറത്താക്കുക. അപ്പൊ ഈ വഴിയിൽ കൂടെ അയാളെ എന്ത് ചെയ്യുക? പുറത്താക്കുക. വഴിയിൽ കൂടെ പുറത്താക്കുന്നു. അപ്പൊ കൊണ്ടുപോകുന്ന പ്രക്രിയ അല്ല ശിക്ഷ. ഈ കോൺഫറൻസിൽ സംബന്ധിക്കാതിരിക്കാൻ ഇരിക്കുക, അതാണ്. ഒരു മനുഷ്യൻ പാപം ചെയ്തപ്പോൾ പെട്ടെന്ന് മരണമാകുന്ന വഴിയിൽ കൂടെ അവനെ എന്ത് ചെയ്യുന്നു? വേറൊരു സ്ഥലത്തേക്ക്, യാതനാസ്ഥലത്തേക്ക് പറഞ്ഞു വിടുന്നു. അപ്പോൾ ശിക്ഷ, കർത്താവായ യേശുക്രിസ്തു ശിക്ഷ അനുഭവിച്ചത് മരണം എന്ന് പറയുന്ന പാസേജിലല്ല, മരണം എന്ന് പറയുന്ന എക്സിറ്റിലല്ല ശിക്ഷ അനുഭവിച്ചത്. ആ അധോ ലോകത്തിലെ യാതനാസ്ഥലത്ത് ഇറങ്ങി നമ്മൾക്ക് വേണ്ടി ശിക്ഷ അനുഭവിച്ചു, മരണത്തിൽ കൂടെ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ, മരണപാശങ്ങൾ എന്നെ ചുറ്റി, പാതാളപാശങ്ങൾ എന്നെ വളഞ്ഞു. തൻ്റെ മേൽ പാപമാക്കിയിരുന്നപ്പോൾ, പാപമില്ലാത്തവനെ പാപം ആക്കിയെന്നറിഞ്ഞപ്പോൾ എന്തു ചെയ്തു? മരണപാശങ്ങൾ അവനെ ചുറ്റി. അങ്ങനെയാണ് നമ്മുടെ കർത്താവ് നമ്മൾക്ക് വേണ്ടി അധോ ലോകത്തിലിറങ്ങി, നമ്മൾക്ക് വേണ്ടി വെന്തുരുകി, നമ്മുടെ ആത്മാവിൻ്റെയും പ്രാണൻ്റെയും. അങ്ങനെയാണ് കർത്താവ് ശിക്ഷ ഏറ്റെടുത്തത്. അങ്ങനെ കർത്താവ് ശിക്ഷിക്കപ്പെട്ടത് കൊണ്ടാണ് എനിക്കും നിങ്ങൾക്കും പൂർണ്ണമായ വിടുതൽ കിട്ടിയത്. അങ്ങനെ കർത്താവ് ശിക്ഷിക്കപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ നമ്മൾക്ക് പൂർണ്ണമായ വിടുതൽ ലഭിക്കുവാൻ കഴിയുകയില്ലായിരുന്നു. നമ്മുടെ ആത്മാവിനെയും പ്രാണനെയും ശരീരത്തെയും വിടുവിക്കുവാൻ വചനത്തിൽ കൂടെ നാം വായിക്കുമ്പോൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ആ പാതയിൽ കൂടെ ഇറങ്ങി പൂർണ്ണ ശിക്ഷ അനുഭവിച്ചു. അതാണ് അതിൻ്റെ യഥാർത്ഥം, അതാണ് അതിൻ്റെ സത്യം. ഇനിയും ഇന്നലെ കർത്താവിൻ്റെ ദാസന്മാർ സംസാരിച്ചപ്പോൾ